ഹൈന്ദവ സനാതന ധർമ്മ മൂല്യങ്ങൾക്ക് വേണ്ടി മുൻനിരയിൽ നിന്ന് പടപൊരുതുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിത്വം കൂടി നമുക്കൊപ്പം ഈ വാർത്തയോട് പ്രതികരിക്കാൻ ചേരുന്നുണ്ട്. ശ്രീമതി ശശികല ടീച്ചറെ, വളരെ പ്രധാനപ്പെട്ട എന്നാൽ വലിയ ആശ്വാസം നൽകുന്ന ചില വാർത്തകളിലൂടെയാണ് നമ്മളിപ്പോൾ 2 ദിവസങ്ങളായി കടന്നു പോകുന്നത്. ഇന്നലെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഒരു വാർത്ത കൃത്യമായി തന്നെ വന്നിരിക്കുന്നു. കേന്ദ്ര ഇടപെടൽ ഉണ്ടാകും, അത് ഉറപ്പാണ് എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. തൊട്ടു പിന്നാലെ ഇന്ന് ശബരിമല കർമ്മസമിതിയുടെ അമരക്കാരും പറയുന്നു കേന്ദ്ര ഇടപെടൽ ഉണ്ടാകുമെന്ന് വലിയ പ്രതീക്ഷയുണ്ടെന്ന്. എങ്ങനെ നോക്കിക്കാണും? വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്ത. കാരണം അത് ഉണ്ടായേ പറ്റുള്ളൂ. കേന്ദ്ര ഗവൺമെന്റിന്റെ ഇടപെടൽ സാധ്യമായ നമുക്കറിയാം. ചാടിക്കേറി എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് 2018 മുതൽ ഒന്നും ചെയ്യാതിരുന്നിരിക്കുന്നത്. പക്ഷേ കൂടുതൽ ചിന്തിച്ചുകൊണ്ട് എന്താണോ ചെയ്യാൻ കഴിയുക അവിടെ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് അതിന് പിന്തുണ ഉണ്ടാകും എന്ന് ഭക്തരൊക്കെ പ്രതീക്ഷിച്ച് തന്നെയാണ് ഇരിക്കുന്നത്. കാരണം അത്രയും നെറികെട്ട അല്ലെങ്കിൽ ഒരുപക്ഷെ ഭക്തരെ വേദനിപ്പിക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു. ഒരു സമയത്ത് ആചാര ലംഘനം നടത്തുക, മറ്റൊരു സമയത്ത് ഞങ്ങൾ ആചാരം പാലിക്കാൻ നിൽക്കുന്നു എന്ന് പറയുക, അവിടുത്തെ സ്വർണം കാണാതാവുക, ഇങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഭക്തർക്ക് ആ നടയെ പറ്റി ഇന്ന് ആധിയും ആശങ്കയുമാണിത്. നമ്മളൊക്കെല്ലാം ആശ്വാസമായി മാറേണ്ട ഒരു നടയെ പറ്റി നമുക്കിന്ന് ആധിയും ആശങ്കയും ഒഴിഞ്ഞ നേരമില്ല. അപ്പൊ ഈ തരത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് സാധ്യമായൊരു നീക്കം അത് ഭക്തജനങ്ങൾ പ്രതീക്ഷിക്കുന്നു, ഉണ്ടാകും എന്ന് തന്നെ വിശ്വസിക്കുന്നു. കാരണം അങ്ങനെ മോദിജിക്ക് ഇവിടെ ഭക്തരെ തള്ളിക്കളയാൻ പറ്റില്ല എന്നതുകൊണ്ട് തന്നെ കൃത്യമായി ഇടപെടൽ ഉണ്ടാകും എന്ന്. കാരണം ഇവിടുത്തെ ഭക്തരുടെ ആവശ്യം എന്താണ് എന്ന് ആ പന്തളം സമ്മേളനത്തോടുകൂടി എല്ലാ ഭക്തകൂടങ്ങൾക്കും ബോധ്യമായിട്ടുണ്ട്. തീർച്ചയായും അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടാകും എന്ന് തന്നെ വിശ്വസിക്കുന്നു. യെസ്, വളരെ നന്ദി ശ്രീമതി ശശികല ടീച്ചർ ഈ നിമിഷം ഞങ്ങളോട് പ്രതികരിച്ചതിന്. സത്യം, വിശുദ്ധി, കരുണ, തപസ്, ആരാധനാലയങ്ങളിൽ ഉണ്ടാവേണ്ട ധർമ്മത്തിൻ്റെ ഈ 4 പ്രധാനപ്പെട്ട മൂല്യങ്ങൾ അങ്ങനെയാണ് അല്പസമയം മുമ്പ് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ സർക്കാർ യുവാവ് ദത്താത്രേയ ഹൊസബിളെ അല്പസമയം മുമ്പ് പ്രതികരിച്ചത്. തീർച്ചയായും അത്തരത്തിലുള്ള മൂല്യങ്ങളിൽ ഊന്നിയാവണം ആരാധനാലയങ്ങൾ പ്രവർത്തിക്കണം, അല്ലെങ്കിൽ ആരാധനാലയങ്ങളിൽ ഉണ്ടാവേണ്ടത്, സജീവമാകേണ്ടത് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം കൂടി രാഷ്ട്രീയ സ്വയംസേവക സംഘം ഇപ്പോൾ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും വലിയ പ്രതീക്ഷകളാണ് ഇപ്പോൾ ഭക്തരെ സംബന്ധിച്ചിടത്തോളം വന്നുകൊണ്ടിരിക്കുന്നത്.